എംഎസ്സി ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള എംഎസ്സി പാൽമറെ കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. എംഎസ്സി എൽസ കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മത്സ്യബന്ധന ബോട്ട് ഉടമകൾ നൽകിയ നഷ്ടപരിഹാര ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഇപ്പോൾ വിഴിഞ്ഞത്തുള്ള എംഎസ്സി പാൽമറ തടഞ്ഞുവെക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ. ഉമേഷ്, നിർണായകമായൊരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നഷ്ടപരിഹാരം നൽകാതെ തടിതപ്പാനുള്ള എംഎസ്സി എൽസ കമ്പനിയുടെ നിലപാടിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. എന്താണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റു കാര്യങ്ങൾ? ഈ പാൽമറ കപ്പൽ എത്ര നാളായി വിഴിഞ്ഞത്തുണ്ട്? സിജു, ഇത് മത്സ്യബന്ധന ബോട്ട് ഉടമകൾ, അങ്ങനെ 4 ബോട്ട് ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഹർജിക്കാർ ആവശ്യപ്പെടുന്നത് ഈ എംഎസ്സി എൽസ കപ്പൽ അപകടത്തെ തുടർന്ന് ഈ കടലിൽ അടിഞ്ഞ മാലിന്യങ്ങൾ കാരണം തങ്ങളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഇവർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് മതിയായ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതായിരുന്നു ഈ ബോട്ട് ഉടമകളുടെ ആവശ്യം. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ എംഎസ്സി ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കപ്പൽ, അതായത് എംഎസ്സി പാൽമറ കപ്പൽ തടഞ്ഞു വയ്ക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇപ്പോൾ വിഴിഞ്ഞത്താണ് ഇത് നങ്കൂരമിട്ടിരിക്കുന്നത്. ആ കപ്പൽ ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ അവിടെ നിന്ന് പോകരുത് എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെയും ഈ എംഎസ്സിയുടെ മറ്റ് പല കപ്പലുകളും തടഞ്ഞു വെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം ഇടപെടലുകൾ മുൻപും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നേരത്തെ കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ അവരാണ് ഇതിനു മുൻപ് ഇത്തരത്തിൽ സമാനമായ ഒരു ഹർജി നൽകിയത്. അവരുടെ ആവശ്യം അവർക്ക് വേണ്ടി ഇറക്കുമതി ചെയ്യേണ്ടിയിരുന്ന കശുവണ്ടി നിറച്ച കണ്ടെയ്നറുകൾ ഈ എംഎസ്സി എൽസ കപ്പലിലുണ്ടായിരുന്നു. അത് മുങ്ങിയതിനെ തുടർന്ന് ആ കശുവണ്ടി നശിച്ചുപോയി. അങ്ങനെ 6 കോടിയോളം രൂപ തങ്ങൾക്ക് നഷ്ടമുണ്ടായി. അത് നികത്തുന്നതിന് ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ട് നേരത്തെ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജിയിലും സമാനമായ എംഎസ്സിയുടെ മാൻസായഫ് എന്ന് പറഞ്ഞ കപ്പൽ തടഞ്ഞു വെക്കാൻ അന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. പിന്നീട് നഷ്ടപരിഹാരം കെട്ടിവെച്ച ശേഷം മാത്രമാണ് ആ കപ്പലിന് തുറമുഖം വിടാൻ കോടതി അന്ന് അനുമതി നൽകിയത്. ഒരുപക്ഷെ ഈ കേസിലും ഇത്തരത്തിൽ നഷ്ടപരിഹാരം കെട്ടിവെക്കുകയാണെങ്കിൽ കോടതിയുടെ തുടർ ഇടപെടലുകൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. നിലവിൽ നഷ്ടപരിഹാരം കെട്ടിവെക്കുന്നത് സംബന്ധിച്ച മറുപടിയൊന്നും കപ്പൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നിലവിൽ ഈ കപ്പൽ തടഞ്ഞു വയ്ക്കാൻ തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉമേഷ്, ഈ മത്സ്യബന്ധന ബോട്ടുടമകൾ എത്ര രൂപയാണ് നഷ്ടപരിഹാരമായി നിലവിൽ ആവശ്യപ്പെടുന്നത്? നേരത്തെ മനസ്സിലാക്കിയിടത്തോളം 4 ബോട്ടുടമകളാണ് കോടതിയെ സമീപിച്ചതെന്ന് മനസ്സിലാക്കുന്നു. തുക സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ അവർ പറഞ്ഞിട്ടില്ല. അവർക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ അടക്കം നശിച്ചു പോയിട്ടുണ്ട്. അത് വീണ്ടും ലഭ്യമാക്കുന്നതിനാവശ്യമായ അത്തരത്തിൽ അതിന് സമാനമായ നഷ്ടപരിഹാരം കണക്കാക്കി നൽകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് നേരത്തെ ഈ കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലൊക്കെ ആവശ്യപ്പെട്ടതുപോലെ ഇത്ര തുക എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അവർക്ക് വേണ്ടത് അവരുടെ ഈ മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിച്ചു പോയതിന് പര്യാപ്തമായ ഒരു നഷ്ടപരിഹാരം നൽകണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ അടിയന്തര ഇടപെടൽ എന്നുള്ള നിലയ്ക്കാണ് ഈ എംഎസ്സിയുടെ തന്നെ പാൽമറ എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ തടഞ്ഞു വെക്കാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നഷ്ടപരിഹാര തുക കെട്ടിവെച്ച ശേഷം ആ കപ്പലിന് ഒരുപക്ഷെ പോകാൻ കോടതി അനുമതി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.